നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ച് അതിജീവിതയുടെ ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറി. ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് പിന്മാറിയത്. അതിജീവിതയുടെ ഹർജി ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ച് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും പിന്മാറിയിരുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേർന്ന് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, എന്തായാലും ഈ രണ്ടാമത്തെ ജഡ്ജിയും പിന്മാറിയ സാഹചര്യം, അതിൻ്റെ കാരണം എന്താണ്? കാരണം നമുക്കറിയാം, ഈ നേരത്തെ ജോബിൻ സെബാസ്റ്റ്യൻ ഇതിൽ നിന്നും ഈ കേസ് പരിഗണിക്കുന്ന പിന്മാറിയതിന് കൃത്യമായൊരു കാരണമുണ്ടായിരുന്നു. പക്ഷേ ഈ കൗസർ എടപ്പകത്ത് ഇപ്പോൾ പിന്മാറാനുള്ള കാരണം എന്താണ്? കൗസർ എടപ്പകത്ത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ഒരു തവണ മാറുന്നത്. അതുകൊണ്ട് തന്നെ കൗസർ എടപ്പകത്തും ഈ വിഷയത്തിൽ ആരോപണ വിധേയനായ ജഡ്ജാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ മെമ്മറി കാർഡിന്റെ പുനരന്വേഷണം ആവശ്യപ്പെട്ട് നടി നൽകിയിരിക്കുന്ന ഹർജി പരിഗണിക്കുന്നതിനും രണ്ടാമത്തെ ജഡ്ജും പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി മറ്റൊരു ബെഞ്ചിനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പുതിയൊരു ബെഞ്ചിനെ തീരുമാനിക്കും. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ നേരത്തെ ഇതിൽ നിന്ന് പിന്മാറിയതാണ്. അദ്ദേഹം പിന്മാറിയുന്ന സാഹചര്യം അദ്ദേഹം ജുഡീഷ്യൽ രജിസ്ട്രാർ ആയിരിക്കും, ഹൈക്കോടതി ജുഡീഷ്യൽ രജിസ്ട്രാർ ആയിരിക്കുകയാണ് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പരാതി നൽകിയത്. അതേ തുടർന്നായിരുന്നു നേരത്തെ ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യൻ ഈ വിഷയത്തിൽ പിന്മാറിയത്. എന്തായാലും ഈ വിഷയത്തിൽ ഈ കൗസർ എടപ്പകത്ത് പിന്മാറാനുണ്ടായ കാരണം അദ്ദേഹം ജില്ലാ ജഡ്ജി ആയിരിക്കുമ്പോൾ ഇതിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്, അദ്ദേഹത്തിന്റെ അതിൽ തന്നെ ഇരിക്കുമ്പോഴാണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത്. ആ ഒരു ആരോപണം കൂടി അദ്ദേഹത്തിന്റെ മേലുള്ളത് കൊണ്ടാണ് നിലവിൽ ഈ കേസ് പരിഗണിക്കുന്നതിനും രണ്ടാമത്തെ ജഡ്ജും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതുമായിട്ട് മെമ്മറി കാർഡ് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ, അതായത് നടിയെ ആക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവാണ് മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടി ഹൈക്കോടതി ഹർജി നൽകിയിട്ടുള്ളത്. കേസ് അട്ടിമറിച്ചതിലും അതുപോലെ അന്വേഷണം വേണമെന്ന് തന്നെയാണ് നടിയുടെ ആവശ്യം. നേരത്തെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണം. നമുക്കറിയാം, ഈ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, അതുപോലെ ഷിറസദാർ താജുദ്ദീൻ, അതുപോലെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ, കോടതിയിലെ സീനിയർ ക്ലർക്ക് മഹേഷ് മോഹൻ, ഈ 3 പേരാണ് വിവിധ ഘട്ടങ്ങളിലായിട്ട് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട്. അതിന്റെ ഹാഷ് വാല്യൂ 3 തവണ മാറിയെന്ന ഫോറൻസിക് റിപ്പോർട്ടും ഉള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട്, അതായത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ പ്രകാരമായിരുന്നു ഇതിൽ അന്വേഷണം ഉണ്ടായിരുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കെതിരെ നടപടി ഉണ്ടായില്ല. അത് ആ സമയത്ത് നടിയെ ആക്രമിച്ച കേസ് പരിഗണിക്കുന്ന പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് ഹണിയം വർഗീസ് സഹപ്രവർത്തകരെ സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു എന്നുണ്ടായിരുന്ന നടിയുടെ പ്രധാനപ്പെട്ട ആരോപണം അങ്ങനെയായിരുന്നു. എന്തായാലും ഈ കേസിൽ, അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അന്തിമ വിധി ഈ കേസിൽ വരുന്ന സാഹചര്യത്തിലും ഇതിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡ് ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ഈ വിധി പ്രഖ്യാപനം നടത്തിയതെന്നുള്ള ആരോപണവും ശക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കണം എന്ന് തന്നെയാണ് അതിജീവിത കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മൂന്നാമതൊരു ജഡ്ജിനെ ഇനി ചീഫ് ജസ്റ്റിസ് തീരുമാനിക്കും. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 2 ജഡ്ജിമാർ ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. ഇനി എന്തായാലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഈ വിഷയത്തിലൊരു കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.